ഹായ്, എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്സൊക്കെ പഠിച്ചു തുടങ്ങണം. വരുന്ന കുറച്ച് അടുത്ത ടൈമിൽ തന്നെ നമ്മുടെ അക്കാഡമിക്സ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് എത്ര താമസം ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും നമുക്ക് ടോപ്പിക്സൊക്കെ നമുക്ക് പഠിച്ചു തുടങ്ങണം. നമുക്ക് ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ചാപ്റ്റർ നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കേണ്ട കണ്ടൻസ് കഴിഞ്ഞാൽ എന്താണ് റിസോഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ ഈ റിസോഴ്സ് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും, എന്താണ് ലാൻഡ് റിസോഴ്സ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ തൊട്ടടുത്തായിട്ട് പഠിക്കേണ്ടത് എന്താണ് സോയിൽ, ഈ സോയിൽ എങ്ങനെ ഫോം ചെയ്യുന്നു, ഈ സോയിൽ എത്ര ടൈപ്പ് സോയിൽ ഇന്ത്യയിൽ അവൈലബിൾ ആണ്, ലാസ്റ്റായിട്ട് സോയിൽ നമുക്ക് എങ്ങനെ കൺസർവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണേ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നോക്കുന്ന ഫസ്റ്റ് സെക്കൻഡ് സെക്ഷൻ എന്താണ് റിസോഴ്സ്. ഡെഫിനിഷൻ പറഞ്ഞാൽ എനിത്തിങ് അവൈലബിൾ ഇൻ ദ നേച്ചർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ് ആർ കാൾഡ് റിസോഴ്സ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നേച്ചറിൽ നിന്ന് എന്ത് വസ്തു ആയിക്കോട്ടെ, ആ വസ്തുവിന് എന്ത് വേണം, നമ്മുടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെ നമുക്ക് റിസോഴ്സ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ വാട്ടർ, ലാൻഡ്, എയർ, മിനറൽസ്, വൈൽഡ് ലൈഫ് എക്സെട്ര, കുറേ എക്സാമ്പിൾ നമുക്ക് പറയാം. അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ എന്താണ്, ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നേച്ചറിൽ നിന്ന് എടുക്കുന്ന എന്ത് വസ്തു നമുക്ക് എന്ത് വിളിക്കാം, റിസോഴ്സ്. എക്സാമ്പിൾ നമ്മൾ പഠിക്കുക. അപ്പം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കുന്ന വെള്ളം നമുക്ക് എന്താണ്, റിസോഴ്സാണ്. ഓക്കെ. അങ്ങനെ നമുക്ക് റിസോഴ്സിനെ എത്തായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് 4 ക്ലാസിഫിക്കേഷൻ. ഒന്ന്, ഓൺ ദ ബേസ് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ റിസോഴ്സിൻ്റെ ഉറവിടം. 2, ഓൺ ദ ബേസ് ഓഫ് എക്സോസ്റ്റിബിലിറ്റി, നമ്മൾ ഉപയോഗിക്കുന്ന കണക്കനുസരിച്ച്. 3, ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ്, ഒരു റിസോഴ്സിൻ്റെ ഉടമസ്ഥാവകാശം. ലാസ്റ്റ് 4ാമത്തെ പോർഷൻ ഓൺ ദ ബേസ് ഓഫ് സ്റ്റാർട്സ് ഓഫ് ഡെവലപ്മെൻറ്റ്, നമ്മളെടുക്കുന്ന യൂഷ്വൽ റിസോഴ്സുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പഠിക്കണമെങ്കിൽ ഓൺ ദ ബേസ് ഓഫ് ഒറിജിൻ ആണ്. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ഒറിജിൻ, അതായത് റിസോഴ്സിൻ്റെ ഉറവിടത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബയോട്ടിക് റിസോഴ്സും അബയോട്ടിക് റിസോഴ്സും. അല്ല, ഫസ്റ്റ് പഠിക്കേണ്ട ബയോട്ടിക് റിസോഴ്സ്. അപ്പോൾ ബയോട്ടിക് റിസോഴ്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ ബയോട്ടിക് റിസോഴ്സ് ദാറ്റ് മീൻസ് റിസോഴ്സ് വിച്ച് ഹാവ് ലൈഫ് ആർ കാൾഡ് ബയോട്ടിക് റിസോഴ്സ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കിട്ടുന്ന റിസോഴ്സ്, ജീവനുള്ള റിസോഴ്സ് എല്ലാം നമുക്ക് എന്താണ്, ബയോട്ടിക് റിസോഴ്സുകളാണ്. എക്സാമ്പിൾ പ്ലാന്റ്, ട്രീസ്, ആനിമൽസ് എക്സെട്ര. അടുത്ത 2ാമത്തെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അബയോട്ടിക് റിസോഴ്സ്. അതിൻ്റെ ഡെഫിനിഷൻ റിസോഴ്സ് വിച്ച് ഡു നോട്ട് ഹാവ് ലൈഫ് ആർ കാൾഡ് അബയോട്ടിക് റിസോഴ്സ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസോഴ്സ്, അത് ജീവനില്ലാത്ത റിസോഴ്സുകൾ എന്ത് സെക്ഷനിലാണ് പോകുന്നത്, അബയോട്ടിക് റിസോഴ്സ്. ദാറ്റ് മീൻ അതിൻ്റെ എക്സാമ്പിളായിട്ട് ലാൻഡ്, വാട്ടർ, മിനറൽസ് എക്സെട്ര കുറേ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിച്ച ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ഒറിജിൻ. ഒറിജിനിൽ 1ാമത്തെ പഠിച്ച ബയോട്ടിക് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള റിസോഴ്സ് എല്ലാം ബയോട്ടിക് ആണ്. തൊട്ടടുത്ത അബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത റിസോഴ്സ് എല്ലാം അബയോട്ടിക് റിസോഴ്സ്. ഓക്കെ ആണ്. അടുത്ത 2ാം പഠിക്കുള്ള ഓൺ ദ ബേസ് ഓഫ് എക്സോസ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സ് ഉപയോഗിക്കുന്ന കണക്കനുസരിച്ചാണ്. അപ്പോൾ ഓൺ ദ ബേസ് എക്സോസ്റ്റിബിലിറ്റിയിൽ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. ഒന്ന് റിന്യൂവബിളും നോൺ റിന്യൂവബിളും. അപ്പോൾ അതിൽ 1ാമത്തെ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ റിസോഴ്സ് വിച്ച് ക്യാൻ ബി റിന്യൂവ്ഡ് ഓർ റീപ്രൊഡ്യൂസ്ഡ് ബൈ ഫിസിക്കൽ, കെമിക്കൽ ഓർ മെക്കാനിക്കൽ പ്രോസസ് ആർ നോൺ ആസ് റിന്യൂവബിൾ റിസോഴ്സ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസോഴ്സുകൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ, റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഒന്നുകൂടെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഒന്നുകിൽ നമുക്ക് കെമിക്കലായിട്ടോ ഫിസിക്കലായിട്ടോ മെക്കാനിക്കൽ നമുക്ക് നമ്മളെ നിർമ്മിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ റിസോഴ്സ് വളരെ ഇഷ്ടം പോലെ നമുക്ക് സുലഭമായിട്ട് നമുക്ക് നേച്ചറിൽ കിട്ടുന്നതാണ്. ഓക്കെയാണ്. അതിന് എക്സാമ്പിൾ ഫോറസ്റ്റ്, വാട്ടർ, സോളാർ എനർജി, പിന്നെ എനർജി. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഹൈഡ്രോജൻ ഓക്സിജൻ നമുക്ക് വാട്ടറിനെ നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ സംശയം എന്താണ്, നമുക്ക് ഫോറസ്റ്റ് ഇപ്പോൾ നമ്മൾ മരം വെട്ടിപ്പിടിച്ചാൽ നമുക്ക് വേണമെങ്കിൽ മരം വെച്ച് പിടിപ്പിക്കാം. പിന്നെ സോളാറിന് നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും, വിൻഡറിന് ഇഷ്ടംപോലെ കിട്ടും. അപ്പം നമുക്ക് എന്താണ്, ഇപ്പോൾ ഫസ്റ്റ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നേച്ചറിൽ നമുക്ക് വളരെയധികം സുലഭമായിട്ട് കിട്ടിയ റിസോഴ്സ് എന്നാണ് റിന്യൂവബിൾ. എത്ര ഉപയോഗിച്ചിട്ട് റിസോഴ്സ് തീർന്നു പോവില്ല. ഓക്കെയാണ്. തൊട്ടപ്പുറത്ത് നോൺ റിന്യൂവബിൾ റിസോഴ്സ് 2ാമത്തെ ക്ലാസിഫിക്കേഷൻ. റിസോഴ്സസ് വിച്ച് വെയർ ഫോംഡ് ത്രൂ എ ലോങ് ജിയോളജിക്കൽ പീരീഡ് ഓഫ് ടൈം ആൻഡ് കനോട്ട് ബി റിന്യൂവ്ഡ് ആർ നോൺ ആസ് നോൺ റിന്യൂവബിൾ. എന്ന് പറഞ്ഞാൽ നോൺ റിന്യൂവബിൾ റിസോഴ്സ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസോഴ്സ് തന്നെ നമ്മുടെ ഭൂമിയിൽ വളരെ വർഷക്കാലം കൊണ്ടുണ്ടായി പല കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ഫോം ചെയ്തതാണ്. നമുക്കെന്താണ്, ഈ റിസോഴ്സ് നമ്മൾ ഒരിക്കലും ഉപയോഗിച്ച് തീർത്ത് കളഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് മെറ്റൽസ്, ഫോസിൽ ഫ്യൂൽസ്. ഫോസിൽ ഫ്യൂൽസ് മീൻസ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, മെറ്റൽസ്, ഗോൾഡ്, സിൽവർ ആണ് എല്ലാ മെറ്റൽസും നമ്മളിപ്പോൾ ഭൂമിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ഈ റിസോഴ്സുകൾ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്ത് തീർത്താൽ നമുക്ക് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്ത് ഒക്കില്ല. ദാറ്റ് മീൻസ് നമ്മളതുകൊണ്ട് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി നമ്മളിതിൽ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സ് തീർന്നു പോയി കഴിഞ്ഞാൽ തീർന്നു പോയി, പിന്നെ ഇല്ല. അപ്പോൾ നമുക്ക് 2 ബേസ് എക്സോഴ്സ് എത്തേണ്ട റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ ഉള്ള റിസോഴ്സ് നമ്മൾ ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാൻ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ, ഫോറസ്റ്റ്, വാട്ടർ എക്സാമ്പിൾ എക്സെട്ര കുറേ.
തൊട്ടത് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ആ റിസോഴ്സുകൾ ഭൂമിയിൽ വളരെ ലോങ് പീരീഡ് ആയിട്ട് ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് അതിനെ ഒരിക്കൽ തീർന്നു പോകുമ്പോൾ നമ്മൾ രണ്ടാമതിനെ റീക്രിയേറ്റ് ഒക്കില്ല. ഓക്കെയാണ്. അടുത്ത മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശമാണ്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇൻഡിവിജ്വൽ റിസോഴ്സ്. അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ റിസോഴ്സ് വിച്ച് ആർ ഓൺഡ് പ്രൈവറ്റ്ലി ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഫേംസ് ആർ കാൾഡ് ഇൻഡിവിജ്വൽ റിസോഴ്സ്. നമുക്കെന്താണ് നമുക്കിടുന്ന റിസോഴ്സുകൾ ഒരു വ്യക്തിയുടെ ഒരു ഫേമിൻ്റെ അണ്ടറിലാണെങ്കിൽ നമുക്കെന്ത് വിളിക്കാം തന്നെ ഇൻഡിവിജ്വൽ റിസോഴ്സ്. അപ്പോൾ എക്സാമ്പിൾ പ്ലാന്റേഷന്, പാസ്റ്റൽ ലാൻഡ്, ഫാം ലാൻഡ്, വാട്ടറിന് വലിയ പണി എന്ന് പറഞ്ഞാൽ നമുക്കെന്താണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇൻഡിവിജ്വൽ ആൻഡ് ഫേം. അപ്പോൾ എന്താണ് ഫേം എന്ന് പറഞ്ഞാൽ? ഫേം നമ്മൾ കേട്ടിട്ടില്ല. ഫേം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനമാണ് ഫേം എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് നേച്ചർ കിട്ടുന്ന നമുക്ക് റിസോഴ്സുകൾ ഒരു വ്യക്തിയുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശം നമുക്ക് എന്തൊക്കെ വിളിക്കാം? അതിനെ നമുക്ക് ഇൻഡിവിജ്വൽ റിസോഴ്സ്. അതിന് ഫോർ എക്സാമ്പിൾ പ്ലാന്റേഷൻ നമ്മൾ റബ്ബർ പ്ലാന്റേഷനെ കണ്ടിട്ടുണ്ടല്ലോ. പാസ്റ്റൽ ലാൻഡ് പുൽത്തകടികളെ, ഫാം ലാൻഡ് കൃഷിസ്ഥലം, വാട്ടർ ലാൻഡ് ഒരു വീട്ടിലെ കിണറ്റിലെ വെള്ളം, പിന്നെ പോണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ വലിയൊരു കിണർ അങ്ങനെ കൂട്ടിയാൽ. അതിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഓൺ റിസോഴ്സ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ റിസോഴ്സ് വിച്ച് ആർ ആക്സസിബിൾ ടു ആൾ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ആർ നോൺ ആസ് കമ്മ്യൂണിറ്റി റിസോഴ്സ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസോഴ്സ് ഏതെങ്കിലും പ്രത്യേക കമ്മ്യൂണിറ്റി, ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും പ്രത്യേക ഒരു വില്ലേജോ ഒരു ഗ്രാമമോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി ഒരു ബ്ലോക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു വാർഡിൻ്റെ ആണ് നമുക്ക് എന്താ വിളിക്കാൻ. അപ്പോൾ ആ വാർഡിലുള്ളവർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ആ വില്ലേജിലുള്ളവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ റിസോഴ്സ് നമുക്ക് എന്ത് വിളിക്കാം? കമ്മ്യൂണിറ്റി റിസോഴ്സ്. എക്സാമ്പിൾ പോൺസ് ഇൻ വില്ലേജ്, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ വലിയ പൊതു കിണറുകൾ. പിന്നെ കമ്മ്യൂണിറ്റികൾ, നമ്മുടെ ചില മതസംഘടനകളിലെ സ്ഥാപനങ്ങളിലേക്ക് അവർ കമ്മ്യൂണിറ്റികൾ. ഇതൊക്കെ എന്താണ് ആ കമ്മ്യൂണിറ്റിയിലുള്ള ആ ഏരിയ ഉള്ളവർക്ക് മാത്രം ഉപയോഗിക്കണം. അതിന് നമുക്ക് എന്താ പറയുക? കമ്മ്യൂണിറ്റി ഓൺഡ് റിസോഴ്സ്. തൊട്ടടുത്ത് പഠിക്കുന്നത് നാഷണൽ റിസോഴ്സ്. അതായത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ്. ദ റിസോഴ്സസ് വിച്ച് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് നേഷൻ ആർ കാൾഡ് നാഷണൽ. അതായത് ഒരു രാജ്യത്തിൻ്റെ അധികാര പരിധിക്കുള്ളിലുള്ള റിസോഴ്സുകളിൽ എന്തുവാണ്? നാഷണൽ റിസോഴ്സാണ്. എക്സാമ്പിൾ കനാൽസ്, റെയിൽവേ എക്സെട്ര. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ കനാലുകൾ, നമ്മളെ ജലസേചനാധികാര കനാലുകളെ, റെയിൽവേസ് ഒക്കെ എന്താണ് ആ രാജ്യത്തിൻ്റെ അധികാര പരിധിക്കുള്ള ആ റിസോഴ്സ് നമുക്ക് എന്ത് വിളിക്കുക? ആ രാജ്യത്തിൻ്റെ നാഷണൽ റിസോഴ്സ്. ഓക്കെയാണ്. അടുത്ത നാലാമത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ ഇൻ്റർനാഷണൽ റിസോഴ്സ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ദ റിസോഴ്സ് വിച്ച് ആർ ഓൺഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ കാൾഡ് ഇൻ്റർനാഷണൽ റിസോഴ്സ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ഇൻ്റർനാഷണൽ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങൾ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ അവരുടെ അധികാര പരിധിയിലുള്ള റിസോഴ്സ് നമുക്ക് എന്ത് വിളിക്കാം? നാഷണൽ റിസോഴ്സ്. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഓപ്പൺ സ്കൈ ഫോർ ഫ്ലൈറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ രാജ്യങ്ങൾക്കും സമുദ്ര അതിർത്തിയും പിന്നെ എന്താണ് ഒരു വായു, അതായത് നമുക്ക് എന്താ ഫ്ലൈറ്റ് മൂവ്മെൻറ്റ് അതിർത്തി ഉണ്ട്. അപ്പോൾ ഈ അതിർത്തി ഓരോ രാജ്യങ്ങൾക്ക് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറത്തോട്ട് പോകണം നമുക്ക് എന്താണ് മറ്റേ രാജ്യത്തിൻ്റെ പെർമിഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു അത്രയും സ്റ്റേഷന് നമുക്ക് എന്ത് വിളിക്കാം? ആ രാജ്യത്തിന് ഇൻ്റർനാഷണൽ റിസോഴ്സ് എന്ന് വിളിക്കാം. ഓക്കെയാണ്. അപ്പോൾ എന്താ ഇൻ്റർനാഷണൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളുടെ സംഘടനകളിലെ കൺട്രോളുള്ള റിസോഴ്സ് നമുക്ക് എന്ത് വിളിക്കാം? ഇൻ്റർനാഷണൽ റിസോഴ്സ്. ഓക്കെയാണ്. നമ്മൾ പഠിച്ച ക്ലാസിഫിക്കേഷൻ ഏറ്റവും ലാസ്റ്റ് പഠിച്ച ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് സ്റ്റാർട്സ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ പഠിച്ചില്ലേ? റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിൽ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും? ഒരു വ്യക്തിയുടെ അടിസ്ഥാന സൗകര്യങ്ങളും അല്ല സാമ്പത്തിക രണ്ടും ഒരുപോലെ മെച്ചപ്പെട്ടാൽ നമുക്ക് എന്ത് വിളിക്കാം? ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു വ്യക്തിക്ക് അടിസ്ഥാനം വേണമെന്നാണ് അയാൾക്ക് ആവശ്യമായ വസ്ത്രം, പാർപ്പിടം, പിന്നെന്താണ് ഫുഡ്. ഈ മൂന്ന് കാര്യങ്ങളും അയാൾക്ക് നോർമലി ഉണ്ട്. ഇത് കൂടാതെ അയാൾക്ക് നല്ല ജോലി, അയാളുടെ ലൈഫ് സ്റ്റൈലിനെ മെച്ചപ്പെട്ടാൽ നമുക്ക് എന്താ അതിന് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കാം. ഓക്കെ. നമ്മൾ എക്കണോമിക്സിലെ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ചാപ്റ്റർ ഓൾറെഡി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ നമ്മൾ അന്ന് അവിടെ പഠിക്കും. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് ഡീറ്റെയിൽ നമുക്ക് വേണ്ട. ഓക്കെ. നമുക്ക് ഓൺ ദ ബേസ് ഓഫ് സ്റ്റാർട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ലെവൽ 4 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. ഒന്ന് പൊട്ടൻഷ്യൽ റിസോഴ്സ്, ഡെവലപ്ഡ് റിസോഴ്സ്, സ്റ്റോക്ക് റിസോഴ്സ് ആൻഡ് റിസർവ് റിസോഴ്സ്. ഓക്കെ. അതിലെ ഫസ്റ്റ് പൊട്ടൻഷ്യൽ റിസോഴ്സ്. ഒന്നാമത്തെ ഡെഫിനിഷൻ റിസോഴ്സ് വിച്ച് ആർ ഫൗണ്ട് ഇൻ ആൻ ഏരിയ ബട്ട് നോട്ട് ഹാവ് ബീൻ യൂട്ടിലൈസ്ഡ്. അപ്പം പൊട്ടൻഷ്യൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ രാജ്യത്തെ റിസോഴ്സ് നമുക്കിടയിലുണ്ട്. എക്സാമ്പിൾ നമുക്ക് പെട്രോൾ നമ്മൾ കണക്കൂട്ടും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രദേശം, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയിൽ ആസാം, നാഗാലാൻഡിലൊക്കെ പെട്രോളിയം ഉണ്ട്. ബട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അതെടുത്ത് യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഇപ്പോഴും ഇല്ല. എക്സാമ്പിൾ അതിനൊരു മെത്തേഡൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു സംസ്ഥാനങ്ങളിലെ ആളുകൾ അവർ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്ത് അതെടുത്ത് യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അത്രയും മെഷീൻ ഇപ്പോൾ നമുക്കില്ല. പൊട്ടൻഷ്യൽ റിസോഴ്സ് മീനിങ് എന്താണ്? ഓൾറെഡി റിസോഴ്സ് നമ്മുടെ രാജ്യത്തുണ്ട്, പക്ഷെ നമ്മളോട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത രണ്ടാമത്തെ ഡെവലപ്ഡ് റിസോഴ്സ്. അപ്പോൾ എന്താണ്? വെൻ റിസോഴ്സ് ഫൗണ്ട് ഇൻ ആൻ റീജിയൻ ആർ സർവേഡ്
ആൻഡ് ദർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ആർ ഡിറ്റർമിൻഡ് ഫോർ യൂട്ടിലൈസേഷൻ ഇസ് കാൾഡ് ഡെവലപ്ഡ് റിസോഴ്സ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് ആവശ്യമായ റിസോഴ്സ്, നമുക്ക് പെട്രോളിയം എക്സാമ്പിൾ, പെട്രോളിയം നമ്മൾ ഉത്തർപ്രദേശിൽ ചില പ്രദേശങ്ങളിൽ നമുക്ക് ആവശ്യം പെട്രോളിയം നമ്മൾ ഓൾറെഡി നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ആർക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് അവരെല്ലാം ഓൾറെഡി പെട്രോളിയത്തിൻ്റെ അളവ് എത്ര ക്വാണ്ടിറ്റി ക്വാളിറ്റി എല്ലാം ഓൾറെഡി ഒരു നോർമലി എല്ലാം സർവേ ചെയ്ത് ആൾറെഡി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഓക്കെയാണേ, നമുക്ക് ഡെവലപ്ഡ് റിസോഴ്സ് മീനിങ് നമ്മുടെ രാജ്യത്തുള്ള റിസോഴ്സുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ അളവ് തിട്ടപ്പെടുത്തി വെച്ച് നമ്മൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. തൊട്ടടുത്ത മൂന്ന് സ്റ്റോക്ക് റിസോഴ്സ്. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ? മെറ്റീരിയൽ ഫൗണ്ട് ഇൻ അവർ എൻവയോൺമെൻറ്റ് ക്യാൻ സാറ്റിസ്ഫൈ many of our need but they are not used because of lack of appropriate technology. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള പല ഈ റിസോഴ്സ് നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെ അവൈലബിൾ, പക്ഷെ നമ്മുടെ കയ്യിൽ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ രാജസ്ഥാനിലെ ഗുജറാത്തിലൊക്കെ എന്താണ് കൂടുതലും മരുഭൂമി പ്രദേശങ്ങളാണ്, ഡെസേർട്ട് ഏരിയ. അപ്പം എന്താണ് അവിടെ കൂടുതലും വിൻഡ് എനർജി സോളാർ എനർജി ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ബട്ട് നമുക്ക് എന്താണ് അവിടെ പക്ഷേ എന്നാൽ ഈ വിൻഡ് എനർജി സോളാർ എനർജി യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം വളരെ പരമാവധി സോളാർ എനർജിയുടെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മുടെ ഗവൺമെൻറ് അത്രയും ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഗവൺമെൻറ് ആ ടെക്നോളജി നമുക്ക് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ സ്റ്റോക്ക് റിസോഴ്സ് മീനിങ് ആണ് നമ്മുടെ രാജ്യത്ത് ആ ഒരു റിസോഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്, ബട്ട് നമുക്കത് യൂസ് ചെയ്യാൻ ടെക്നോളജി നമ്മുടെ കയ്യിൽ ഇല്ല. ലാസ്റ്റ് പഠിക്കാനാണ് എന്താ റിസർവ് റിസോഴ്സ്. എന്താണ് റിസർവ് ഈസ് ദോസ് പാർട്ട് ഓഫ് സ്റ്റോക്ക് വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് യൂസിങ് എക്സിസ്റ്റിംഗ് ടെക്നോളജി ബട്ട് ദീസ് റിസോഴ്സ് ആർ നോട്ട് ബീങ് യൂസ്ഡ് ആൻഡ് ദേ ഹാവ് ബീൻ ലെഫ്റ്റ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. ദേ ആർ കാൾഡ് റിസർവ്. അപ്പം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ള റിസോഴ്സുകൾ നമ്മളിപ്പോൾ യൂസ് ചെയ്ത് നമ്മളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ മൊത്തമായിട്ട് ഉപയോഗിച്ച് തീർക്കുന്നില്ല. എന്ത് ചെയ്യാനാ നമ്മൾ ഫ്യൂച്ചറിൽ കുറച്ച് റിസർവ് ആയിട്ട് എമൗണ്ട് മാറ്റി വെച്ചു, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? റിസർവ് റിസോഴ്സ്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പെട്രോളിയത്തിൻ്റെ നിക്ഷേപമുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം പെട്രോളിയത്ത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നല്ല ടെക്നോളജിയുടെ പര്യാപ്തം കൊണ്ടായിരിക്കാം. എന്നാൽ കൂടി നമ്മുടെ ഫ്യൂച്ചറിലേക്ക് കുറച്ച് പോർഷൻ മാറ്റി വെക്കും. അതിനെ നമുക്ക് വിളിക്കാം റിസർവ് റിസോഴ്സ്. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് പഠിച്ച എന്താണ് റിസോഴ്സ് എന്ന് പറഞ്ഞു. റിസോഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് ഒറിജിനൽ അബയോട്ടിക്കും പറഞ്ഞു. ഓൺ ദി ബേസ് എക്സോസ്റ്റിബിലിറ്റിയിൽ റിന്യൂവലും നോൺ റിന്യൂവലും പറഞ്ഞു. ഓൺ ദി ബേസ് ഓണർഷിപ്പിൽ ഇൻഡിവിജ്വൽ, കമ്മ്യൂണിറ്റി ഓൺ റിസോഴ്സ്, നാഷണൽ റിസോഴ്സ്, ഇൻ്റർനാഷണൽ റിസോഴ്സ് ഇത്രയും പറഞ്ഞു. ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൺ ദി ബേസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ പൊട്ടൻഷ്യൽ റിസോഴ്സും ഡെവലപ്ഡ് റിസോഴ്സും സ്റ്റോക്ക് റിസോഴ്സ് ആൻഡ് റിസോഴ്സ് ഇത്രയും പോർഷനുകൾ പറഞ്ഞു. ഓക്കെയാണേ, അപ്പോൾ ഇത്രയും പോർഷൻ പറഞ്ഞാൽ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.